മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. സ്തോത്രം. നാം വായിച്ച ഈ വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 2 തരത്തിലുള്ള നിർമ്മാതാക്കളെ നമുക്ക് കാണുവാൻ കഴിയും. ബുദ്ധിമാന്മാരും ബുദ്ധിഹീനരും. എത്ര ഭീകരമായ വിധത്തിലാണ് ഇവിടെ സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനം കേട്ട് അത് അംഗീകരിക്കുവാനും അതിൽ പ്രകാരം പ്രതികരിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും, എല്ലാ കേൾവിക്കാർക്കും ഉണ്ട്. പ്രാഥമികമായി ഒരു വ്യക്തിയുടെ ജ്ഞാനലക്ഷണം കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. സ്തോത്രം. എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും. ഈ പ്രസ്താവന ശിഷ്യത്വത്തിൻ്റെ ഒരു സ്വഭാവം കൂടിയാണ്. ഒരുവൻ്റെ അനുസരണ സ്വഭാവത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അതായത് വരിക, കേൾക്കുക, ചെയ്യുക എന്നീ 3 വിധ പ്രവൃത്തികളാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കർത്താവിൻ്റെ ഈ പ്രസ്താവന, അതായത് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിൽ മേൽ വീട് പണിത ബുദ്ധിഹീനനായ മനുഷ്യന് തുല്യൻ. 2ാമത്തെ പ്രസ്താവനയാണത്. ഇങ്ങനെയുള്ള മനുഷ്യർ പ്രതികൂലങ്ങളിൽ സ്വയം നശിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടി നാശത്തിലേക്ക് നയിക്കും. ഇവിടെ 2 വിധ വീടുകളും 2 വിധ വ്യക്തിത്വങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും നമുക്ക് കാണുവാൻ കഴിയും. ഇന്നും ഇതേ നിലയിലുള്ള ചരിത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനിയായ സോളമൻ പറയുന്നത്, ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയാകും. നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. സ്തോത്രം. ഇവിടെ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവരും മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവരും തമ്മിലാണ് താരതമ്യം. അടിസ്ഥാനമുള്ള വീടുകൾ നിലനിൽക്കുന്നു. അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം ഭയപ്പെടേണ്ടതില്ല. എന്നാൽ നമ്മുടെ അടിസ്ഥാനം മണലിന്മേലാണ് എങ്കിൽ തീർച്ചയായും നാം ബുദ്ധിയില്ലാത്തവരും അലസരുമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 തരത്തിലുള്ള ആളുകളും അവരുടെ പണികളും തമ്മിലുള്ള അന്തരമാണ്. ദൈവത്തിലേക്ക്, അതായത് ആത്മീയത്തിലേക്ക് എല്ലാ മനുഷ്യരെയും ദൈവം ആകർഷിക്കുന്നു. എല്ലാ മനുഷ്യരും ദൈവത്തെങ്കിലേക്ക്, സൃഷ്ടാവിങ്കിലേക്ക് കടന്നു വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനുഷ്യ ജീവിതത്തെ ഒരു കെട്ടിടത്തോടാണ് ഈ തിരുവെഴുത്തിൽ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഈ പ്രസ്തുത വീടിൻ്റെ പണി സുരക്ഷിതമായിരിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ചില കാര്യങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1ാമത്തേതാണ് അടിസ്ഥാനം. സ്തോത്രം. നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 പറയുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുവൻ വീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നതാണ്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ
മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ബുദ്ധിമാൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നു. പാറമേലുള്ള പണിക്കാണ് നാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പഴയ നിയമത്തിൽ പല ആവർത്തി ദൈവത്തെ പാറ എന്ന് വിളിച്ചിട്ടുണ്ട്. എൻ്റെ പാറയായ ദൈവം എന്നാണ് 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്. യെശയ്യാവ് 44:8 പറയുന്നത്, ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല. രക്ഷിപ്പാൻ വല്ലഭനായ യുവങ്ങളുടെ പാറയാണ് നമ്മുടെ കർത്താവ്. യഥാർത്ഥത്തിൽ വിശ്വസിക്കാവുന്ന അടിസ്ഥാനവും ആശ്രയിക്കാവുന്ന സർവശക്തനായ പാറയാണ് നമ്മുടെ രക്ഷിതാവായ കർത്താവ്. നമ്മുടെ അടിസ്ഥാനം കർത്താവായിരിക്കണം. യെശയ്യാ പ്രവചനം 28:16 ദൈവം ഈ പ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ടിരിക്കുന്നു, ശോധന ചെയ്യുകയും വിലയേറിയുമായ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല. സ്തോത്രം. ഈ വാക്യം അപ്പോസ്തലനായ പൗലോസ് ഉദ്ധരിക്കുമ്പോൾ അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സ്തോത്രം. ഇസ്രായേൽ ജനതയുടെ ജീവിത തരംഗങ്ങളിലെല്ലാം സർവശക്തനായ ദൈവം അവരുടെ സഹായകനും ശൈലവും കോട്ടയും രക്ഷകനും പരിചയം പാറയുമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവായിരുന്നു. 40 വർഷത്തെ അവരുടെ മരുഭൂമി വാസത്തിൽ, പ്രയാണത്തിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയത് ഈ പാറയായിരുന്നു, ഈ ക്രിസ്തുവാകുന്ന പാറ. കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർ രക്ഷയുടെ പാറയും തന്നെ തിരസ്കരിക്കുന്നവർക്ക് തടങ്കൽ പാറയുമാണ്. സ്വർഗസ്ഥനായ പിതാവ് നൽകിയ വെളിപ്പാടിൽ പ്രകാരം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഏറ്റുപറഞ്ഞപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സഭയുടെ കെട്ടുപണിയെ കുറിച്ച് കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ, അതായത് ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവസഭയെയോ ദൈവത്തിൻ്റെ വൃതന്മാരെയോ വഞ്ചിക്കുവാനോ ജയിക്കുവാനോ പൈശാചിക ശക്തികൾക്ക് കഴിയുകയില്ല. കാരണം സഭയും സകല വിശുദ്ധന്മാരും ക്രിസ്തുവിന്മേൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് ജീവിതത്തിൽ ഭയപ്പെടാനില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എല്ലാ പ്രതികൂലങ്ങളിലും എല്ലാ പ്രതിബന്ധങ്ങളിലും നമ്മുടെ മുമ്പിൽ നിന്ന് അതെല്ലാം വഴിമാറിത്തരും. നാം കെട്ടിയ അല്ലെങ്കിൽ കെട്ടുറപ്പിക്കുന്ന അല്ലെങ്കിൽ പണിയുന്ന വീടുകൾ നമുക്ക് അനേക വർഷങ്ങൾ ജീവിക്കുവാൻ, മേ ബി മക്കളുടെ മക്കളൊക്കെ ജീവിക്കുവാൻ ഉള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം ഒരു കെട്ടിടം പണിയുന്നത്. സ്തോത്രം. അതിന് യഥാർത്ഥ പ്ലാനിങ് നമ്മൾ നടത്തും. ഒരു പക്ഷേ നമ്മൾ എൻജിനീയറെ വിളിച്ചുകൊണ്ടിരും, മേസ്ത്രിയെ വിളിച്ചുകൊണ്ടിരും, അതിൻ്റെ ദിക്കുകൾ നോക്കുവാൻ വേണ്ടി ആളുകളെ വിളിച്ചുകൊണ്ടിരും, അതിൻ്റെ ഡയറക്ഷൻ നോക്കുവാൻ, അടിസ്ഥാനം നോക്കുവാൻ എല്ലാം ആളുകളെ വിളിച്ചു കൊണ്ടുവരും. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 40 പറയുന്നത്, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. എബ്രായ ലേഖനം 8:5 പറയുന്നത്, കൂടാരം നിർമ്മിപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരം തന്നെ പണിയുവാനാണ്. സ്തോത്രം. അതുപോലെ തന്നെ എല്ലാം ചെയ്യുവാൻ നോക്കണം. സ്തോത്രം. അതായത് സ്വർഗീയമായതിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമായിരിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പണിക്ക് ആവശ്യമായ സകല നിർദ്ദേശങ്ങളും സത്യവേദ പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. നമ്മളൊരു ഫോൺ തന്നെ മേടിക്കുമ്പോൾ അതിൽ എന്തെല്ലാം ചെയ്യാം,
അതിൻ്റെ സെറ്റിംഗ് എങ്ങനെ ചെയ്യാം, മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യാം, ഏതെല്ലാം ഓപ്ഷൻസ് അതിലുണ്ട്, ഏതെല്ലാം പ്രോഗ്രാം അതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം, ഏതെല്ലാം ആപ്പ് അതിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതെല്ലാം അതിൻ്റെ കാറ്റലോഗിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഒരു കാറ്റലോഗാണ് സത്യവേദ പുസ്തകം, ദൈവവചനം. ദൈവവചനങ്ങളെ കേട്ടനുസരിച്ച് അതിൽ പ്രകാരം പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇന്നത് ആത്മീയ കോളത്തിലുമില്ല, നമ്മുടെ ഭവനത്തിലും ഇല്ലാതെയായിരിക്കുന്ന അവസ്ഥയാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് 1:22 എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ദൈവവചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, അത് കേട്ട് അനുസരിക്കണം. കേൾവി കൊണ്ട് രക്ഷപ്പെടുന്നില്ല, വിശ്വസിക്കുന്നത് കൊണ്ടാണ് രക്ഷ പ്രാപിക്കുന്നത്. സത്യവിശ്വാസം എപ്പോഴും അനുസരണത്തോട് കൂടിയതായിരിക്കണം. പലരും ദൈവവചനം കേട്ടതിന് ശേഷം എത്ര നല്ല പ്രസംഗമാണ്, എത്ര നല്ല വചനമാണ് എന്നെല്ലാം മാർക്കിടുന്നവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ കൂട്ടർ പ്രസംഗം കേട്ട് ഇഷ്ടപ്പെട്ടാലും അതനുസരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം? ഈ കൂട്ടർ ദൈവവചനം കേട്ടതുകൊണ്ട് ന്യായവിധിയിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുമെന്ന് മാത്രമല്ലാതെ ഒരു പ്രയോജനവുമില്ല. ദൈവവചനം അനുസരിക്കാത്തവർക്ക് ശരിയായ വിശ്വാസം ഇല്ല. അവർ തങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നാം യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ 1:23-24 വാക്യങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ അതിൽ കാണുന്നത്, ഒരുവൻ വചനം കേൾക്കുന്നവൻ ആണെങ്കിലും പ്രവർത്തിക്കാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളിനോട് തുല്യൻ. സ്തോത്രം. അവൻ തന്നെത്താൻ ആ രൂപത്തെ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ഇവിടെ ദൈവവചനം ഒരു കണ്ണാടിയിൽ തൻ്റെ രൂപം നോക്കുന്ന മനുഷ്യനോട് ഉപമിച്ചിരിക്കുകയാണ്. നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ശരിയായ രൂപം കാണുന്നു. ദൈവവചനം ഒരു കണ്ണാടിയിൽ നമ്മുടെ രൂപത്തെ കാണിക്കുന്നത് പോലെ തന്നെ ദൈവവചനത്തിൽ നമ്മുടെ പാപത്തെ കാണിക്കുന്നു. സ്തോത്രം. കണ്ണാടിയിൽ നമ്മുടെ ശരിയായ രൂപം നാം കാണുന്നത് പോലെ ദൈവവചനത്തിൽ നമ്മുടെ പാപത്തെ കാണിക്കുന്നു. ദൈവവചനം കേട്ട് ശ്രദ്ധിക്കാതെ പോയാൽ നാം കണ്ണാടിയിൽ നോക്കി നമ്മുടെ രൂപം കണ്ട് കുറച്ചു കഴിഞ്ഞ് മറന്നു പോകുന്നത് പോലെയുള്ളൂ. അതായത് നമ്മുടെ പാപത്തെക്കുറിച്ച് മറന്നു പോകുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് നാം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ട ആവശ്യമേയില്ല. കണ്ണാടി എന്താണ് നമ്മെ കാണിക്കുന്നത്? സ്തോത്രം. ആ കണ്ണാടി എന്ന് നമ്മെ കാണിക്കുന്നു. സ്തോത്രം. അതിനുശേഷം നമ്മുടെ പാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ നാം മുഖവും രൂപവും കഴുകി ഫ്രഷാകുന്നത് പോലെ നമ്മുടെ പാപത്തെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകണം. സ്തോത്രം. നമുക്കൊന്ന് നമ്മുടെ മുഖം, നമ്മൾ രൂപം നോക്കുമ്പോൾ നമ്മുടെ മുഖം വല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ, ക്ഷീണിതനായാണ് ഇരിക്കുന്നതെങ്കിൽ നാം ഓടിപ്പോയി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാം. അതുപോലെ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നുവെങ്കിൽ തീർച്ചയായും നാം കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയണം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മാറുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. സ്തോത്രം. അവൻ പ്രവർത്തിക്കുന്നവനാകയാൽ അവൻ ചെയ്യുന്നത് സത്യമായിരിക്കും, അവൻ നീതിമാനായിരിക്കും, അവൻ ഭാവിയിൽ ഭാഗ്യവാനായി തീരും. ന്യായപ്രമാണം സ്വാതന്ത്ര്യം വരുത്തുന്നു. അത് മനുഷ്യരെ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കുന്നു.
തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കുന്നവൻ, അതായത് ദൈവവചനത്തിൽ ഉറ്റുനോക്കുന്നവൻ അത് മറക്കുന്നില്ല, അത് കേട്ടനുസരിക്കുന്നു. ഇങ്ങനെയുള്ളവർ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യന് തുല്യൻ. അതായത് തികഞ്ഞ ന്യായപ്രമാണം കേട്ട് അനുസരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്ന വചനത്തിൽ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം മനുഷ്യരുടെ രക്ഷയ്ക്കുള്ള ദൈവശക്തിയാണ്. ദൈവവചനം കേട്ട് പുറമെ ഭക്തി കാണിക്കുന്നവർ അനേകരും ആത്മീയ കോളത്തിലുണ്ട്. ആന്തരികമായി ഈ കൂട്ടരുടെ ഹൃദയത്തിൽ ദൈവഭക്തിയില്ല, മറിച്ച് മതഭക്തിയാണ് അവർക്കുള്ളത്. യഥാർത്ഥ ദൈവഭക്തിയുള്ളവൻ്റെ പ്രധാന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടത് അവരുടെ അടിസ്ഥാനം ക്രിസ്തു ആകുന്ന പാറമേലാണ്. ദൈവവചനമാണ് ഇങ്ങനെയുള്ളവരുടെ അടിസ്ഥാനം. ദൈവവചനത്തിന് അനുസൃതമായി ജീവിക്കുവാൻ ഈ വചനം കേട്ട നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവനീതിക്കെതിരായുള്ള സകലതും ത്യജിക്കണം. ദൈവവചനം ആവശ്യപ്പെടുന്നത് നിങ്ങൾ സമ്പൂർണ്ണമായി അനുഷ്ഠിക്കുവാൻ തയ്യാറാകണം. ഏത് കാലത്തും ദൈവവചനം ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അവർ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഈ വചനം കേട്ട നിങ്ങൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതം പണിയുക. എന്നാൽ നിങ്ങൾ ഈ ലോകത്ത് അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, പരലോകത്ത് എത്തുകയും ചെയ്യും. സ്തോത്രം. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗാഡ് ബ്ലസ് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആമേൻ.